ഹലോ കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അതെ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളൊരു യാത്ര പോയതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ടൂറൊന്നും എന്റെ അല്ല കേട്ടോ. സിസ്റ്ററിന്റെ മോക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോളേജ് എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ട് എന്ന് കണ്ടിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് അഡ്മിഷൻ എടുക്കാന്ന് കരുതിയിട്ടാണ് പോയത്. ഇത് സ്ഥലം എവിടാന്ന് മനസ്സിലായോ? ഇത് കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂരൊക്കെ ആകെ അങ്ങോട്ട് മാറിയിരിക്കുന്നു. എന്ന് പറയാൻ കോയമ്പത്തൂര് മുന്നേ കണ്ടിട്ടുണ്ടോ എന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. കോയമ്പത്തൂര് മുന്നേ കണ്ടിട്ടുണ്ട്, അതാണ് അതിന്റെ സത്യം. ഞാന് കോളേജിൽ നിന്ന് ടൂർ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും കുറച്ച് വർഷമായി. അപ്പം കോയമ്പത്തൂര് കണ്ട ഓർമ്മ പോലും എനിക്കില്ല എന്ത് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോഴേതാണ്ട് കോയമ്പത്തൂര് നമുക്ക് ഇതൊരു അഡ്മിഷൻ എടുക്കുന്ന പോക്കാണെങ്കിൽ ഒരു ടൂർ മൂഡാണ് കേട്ടോ. എന്റെ മോനൊക്കെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ കോളേജിലോട്ട് പോകുന്ന വഴി എത്തിയിട്ടുണ്ട്. നല്ല രസമാണ് വഴി കാണാനേ. നല്ല പച്ചപ്പും മലകളും ഒക്കെ ഉള്ള നല്ല രസമാണ് വഴികൾ കാണാന്. നല്ല സൈഡ് സീറ്റിലിരുന്നിട്ട്, വണ്ടിയുടെ സൈഡിൽ സീറ്റിലിരുന്നിട്ട് പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റിയ നല്ലൊരു മൂഡാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കോളേജ് എത്തിയിട്ടുണ്ട്. കോളേജിന്റെ പേര് യുണൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ കോളേജ് ഇത് ഫാർമസിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇവർക്ക് 6ഓളം കോളേജസ് ഉണ്ട്. എല്ലാ കോഴ്സും ഉണ്ട്. ഡിഗ്രി കോഴ്സുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. നമ്മളിവിടെ BPTക്ക് അഡ്മിഷൻ എടുക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും എന്റെ നോട്ടം എല്ലാ ചെടികളിലാണ് കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി ഫ്ലവർ ഒക്കെയാണ്. നമ്മൾ നേരെ ഓഫീസ് റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. സമയമായതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അഡ്മിഷന്. കൂടുതലും മലയാളികൾ തന്നെയാണ്. ഇവിടെ 50 സീറ്റ് BPTക്ക് ഉണ്ടെങ്കിലും 30 നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോഴ് ഇവരുടെ ക്യാമ്പസ് വളരെ വലുതായതുകൊണ്ട് ഒരുപാട് ഏക്കറിലാണ് ഇത് നിൽക്കുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റും ഒരുപാട് കോഴ്സ്, നഴ്സിംഗും എല്ലാം ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവര് ഇങ്ങനെ നീണ്ടു കിടക്കുക കേട്ടോ. അപ്പൊ അവരുടെ വണ്ടിയിലൊക്കെയാണ് നമ്മളെ കോളേജ് കാണിക്കാൻ കൊണ്ടുപോയത്. നല്ല രസമാണ്, ശരിക്കും പറഞ്ഞാൽ വണ്ടി പോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോഴ് വണ്ടി പോകേണ്ട അത്ര ദൂരം ഉണ്ട് താനും. അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പാണ്, നല്ലൊരു ഇക്കോ ഫ്രണ്ട്ലി ഒരു ക്യാമ്പസ് ആണ് കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു സ്റ്റാഫ് നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമാണ് കാണാന്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം ഒരു പച്ചപ്പാണ് കേട്ടോ. അപ്പോഴ് ഇനി ഇവരുടെ BPTയുടെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് ഈ കാണിക്കുന്നതൊക്കെ. നല്ല രസമാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് കേട്ടോ ഇത്. കാര്യം പറഞ്ഞാൽ ജീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡ് അല്ല. സാധാരണ നമ്മൾ സാധാരണ ഇടുന്ന ടോപ്പ് ഉണ്ടല്ലോ, അത് മാത്രമേ ഇവിടെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ യൂണിഫോം ആണ്, ഫുൾ ടൈം യൂണിഫോം ആണ്. ഇവർക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പുറത്തൊക്കെ വിടും കേട്ടോ. പിന്നെ റാഗിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ അറിയില്ല കേട്ടോ. അപ്പൊ ഇത് ഓരോ കോഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെയാണിത്. അപ്പം ഇവർക്ക് 10-20ഓളം ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇവരെ ഹോസ്റ്റലിലോട്ടൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പൊ ഹോസ്റ്റൽ പ്രധാനമായിട്ടും നമ്മളെ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാഷിംഗ് ഒന്നും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണ്ട കേട്ടോ. അതിനൊക്കെ അവിടെ പ്രത്യേക ലോണ്ടറി സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവര് തന്നെ കഴുകി തുണി അയൺ ചെയ്തൊക്കെ നമുക്ക് തരും കേട്ടോ. പിന്നെ ഇതാണ് ഇവരുടെ പിന്നെ ക്യാൻറ്റീനാണ്. നല്ല രസമുള്ള ക്യാൻറ്റീനാണ്, ഭയങ്കര വലുതാണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ പുതിയ ബിൽഡിങ്ങിന്റെ ഒക്കെ പണി നടക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കോളേജാണ് കേട്ടോ. കൂടുതലും മലയാളി കുട്ടികൾ തന്നെയാണ് ഇവിടെ. ഞങ്ങൾ കണ്ടത് മൊത്തം മലയാളികളെ, തമിഴ് ഉള്ള ഒരു കുട്ടികളെ പോലും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അപ്പോഴും പിന്നെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നോൺ വെജ് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് വേണ്ടുന്ന കുട്ടികൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം കേട്ടോ. അവര് വെജ് മാത്രമേ കൊടുക്കുള്ളൂ. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ബാക്കിയൊന്നും അത്ര കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ജീൻസ് ഒന്നും ഇടാൻ പറ്റില്ല, അതും ചെറിയൊരു പ്രശ്നമാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, തുണി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്, ഇതിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലല്ലോ, പഠിക്കാനല്ലേ. അപ്പൊ നല്ല സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല പഠിപ്പിക്കുന്നൊക്കെ മനസ്സിലാവുന്നൊക്കെയാണ് മുന്നേയുള്ള കുട്ടികളൊക്കെ പറഞ്ഞത്. പിന്നെ നല്ല വിജയ ശതമാനം ഉണ്ട് കേട്ടോ അവർക്ക്.
അപ്പോഴ് നമ്മൾ ഇത് ഹോസ്റ്റലൊക്കെയാണ്, ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഹോസ്റ്റലൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റി കണ്ട് നമ്മൾ അഡ്മിഷനും എടുത്തു കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അന്നേരം തന്നെ അഡ്മിഷനും എടുത്തു. ഇത് ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വഴികളൊക്കെയാണ്. പിന്നെ നമ്മൾ അധിക സമയം കോയമ്പത്തൂർ ചുറ്റിക്കറങ്ങിയതൊന്നും ഇല്ല കേട്ടോ. അധികം സമയമില്ലായിരുന്നു, വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ലീവൊന്നും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ആ പോത്തീസിൻ്റെ അതുവഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി പിന്നെ നേരെ ഇങ്ങ് തിരിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്